ബീച്ചിലൊക്കെ പോയതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ കടലാസ് കഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ നമുക്ക് ബീച്ചും കാര്യങ്ങളൊക്കെ കാണാം. മഴ പെയ്തൊരു സമയമായിരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു. പിന്നെ കോഴിക്കോടുള്ള ഒട്ടുമിക്ക ഫുഡും തന്നെ കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നതായിരുന്നു കേട്ടോ ഈ കാണുന്നത്. നോർമലി എനിക്ക് നമ്മുടെ തനതായ നാടൻ ഫുഡിനോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇങ്ങനത്തെ ഫുഡും കഴിക്കും. എങ്കിലും നമ്മുടെ കപ്പയും മീനും ചോറൊക്കെ കിട്ടുമ്പോൾ അതൊരു വേറെ സന്തോഷം തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ സ്വഭാവമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല. നേരെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. നടന്ന് കോഴിക്കോടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ സമയത്ത് എന്തായാലും മഴ ഉണ്ടായിരുന്നില്ല, അത് നന്നായി. പിന്നെ ഞങ്ങൾ നടന്ന് സെലിബ്രയിലെത്തി. സെലിബ്രേ പോകണോ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ജസ്റ്റ് ലോഫ് ഉണ്ടായിരുന്നത്, അവിടെ കയറണം എന്നൊരു കൺഫ്യൂഷനായി. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ഹണി കേക്ക് കഴിക്കണമെന്ന്. അങ്ങനെ അവളുടെ ഇഷ്ടപ്രകാരം ഹണി കേക്ക് കഴിഞ്ഞ് റാപ്പൊക്കെ അഴിച്ചു മാറ്റുകയാണ് കേട്ടോ. കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുള്ളൊരു ഹണി കേക്ക് പേസ്ട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആണെങ്കിൽ അത് എടുത്തിട്ടും കിട്ടണില്ല. അങ്ങനെ ഇരുന്ന് ചിരിക്കുന്നതാണ് കേട്ടോ.